ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റിനയ. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടുകയും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ ചാനൽ കണ്ടിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചിലരൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ജേണി വിത്ത് റിനയ എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ പേജ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോസ് നന്നാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരുടെ ലൈഫിലും എന്താണ്, നമുക്ക് ഇടയ്ക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ, ഇടയ്ക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരും, ടെൻഷനൊക്കെ വരും. അതൊക്കെ നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് അങ്ങ് ഓവർകം ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ ക്വിക്ക് ടിപ്സ് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ ക്വിക്കായിട്ടുള്ള ടിപ്സാണ് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, എസ്പെഷ്യലി ഫോർ ആൻ ഇൻ്റർവ്യൂ. അതായത് എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിന് അധികം ഫ്ലുവൻസി ഇല്ല, പക്ഷേ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോൾ ഇംഗ്ലീഷിന് ഫ്ലുവൻസി ഇല്ല, അപ്പം ഒരു വീക്കേ ഉള്ളൂ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇൻ്റർവ്യൂവിനൊന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചോ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ടിപ്സ് ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഒരു പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 1 വീക്കൊക്കെ നമുക്ക് ടൈമുള്ളൂ, ലാംഗ്വേജിന് അധികം ഫ്ലുവൻസി ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ് കോമൺ ആൻസേഴ്സ്. അതായത് നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നിരുന്നാലും നമുക്കറിയാം ജനറലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അതായത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, ദെൻ അതേപോലെ വൈ ഡിഡ് യു ചൂസ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ദെൻ വൈ ഡിഡ് യു ചൂസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നിരുന്നാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു 7-8 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, ആ 7-8 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക, ഒന്ന് കാണാതെ പഠിച്ച് നമ്മൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് തന്നെ റെഡിയാക്കി വെക്കാവുന്നതാണ്. അതേപോലെ വൈ ഡിഡ് യു ചൂസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, എന്തുകൊണ്ട് നമ്മൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് ആൻസേഴ്സ് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി അങ്ങനെയുള്ള ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഒന്ന് 2-3 വട്ടം പറഞ്ഞു എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ പറയുമ്പോൾ വലിയ ആ ഒരു തടസ്സങ്ങളോ തട്ടും തടയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഏതൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നിരുന്നാലും ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഇത് ഫ്ലുവൻസി ഇത്തിരി കുറവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് യൂസ് സിമ്പിൾ ഇംഗ്ലീഷാണ്. ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു, ഇത് ഇംഗ്ലീഷിന് ഫ്ലുവൻസി അധികം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് എനിക്ക് വരുന്ന മെസ്സേജസ് അങ്ങനെയാണ്, അതായത് ഇംഗ്ലീഷിന് ഇത്തിരി ഫ്ലുവൻസി കുറവുണ്ട്, അപ്പോൾ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന്, എങ്ങനെ പെട്ടെന്നൊന്ന് പ്രിപ്പയർ ചെയ്യാം, കോച്ചിങ്ങിനൊന്നും പോകാൻ ഇനിയിപ്പോൾ ടൈമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ഒന്ന് യൂസ് ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ നമ്മൾ ഇതേപോലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മൈ ഹോബീസ് ആർ എന്ന് പറയുന്നതിന് പകരം ഡ്യൂറിങ് മൈ ലെഷർ ടൈം ഐ വുഡ് ലൈക്ക് ടു റീജുവനേറ്റ് മൈസെൽഫ് ബൈ ഡൂയിങ് ദീസ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒന്ന് ഡിഫിക്കൽട്ടാക്കി പറയുമ്പോൾ സെയിം സംഭവമാണ്. മൈ ഹോബീസ് ആർ എന്ന് പറയുന്നതിന് പകരം ഡ്യൂറിങ് മൈ ലെഷർ ടൈം എന്ന് നമ്മളാക്കി പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്.
അതേപോലെ ഐ ലവ് ടീച്ചിങ് എന്ന് പറയുന്നതിന് പകരം ഐ എം എക്സ്ട്രീംലി പാഷനേറ്റ് ഇൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഇച്ചിരി ഫ്ലുവൻസി കുറവുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭയങ്കര ഗടാഗടിയൻ വാക്കുകൾ യൂസ് ചെയ്യാതെ ഇരിക്കുക. അത് നമ്മൾ സിമ്പിളായിട്ടും തെറ്റില്ലാതെ പറയാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഐ ലവ് ടീച്ചിങ് എന്ന് പറഞ്ഞിരുന്നാലും അവർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഒന്ന് ഇച്ചിരി നമ്മൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ലവ് ടീച്ചിങ് എന്ന് പറയുന്നതിന് പകരം ഐ എം എക്സ്ട്രീംലി പാഷനേറ്റ് ഇൻ ടീച്ചിങ് ആൻഡ് ഐ എം വെരി എൻതൂസിയാസ്റ്റിക് ടു ഇമ്പാർട്ട് മൈ നോളേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വളരെ നല്ലത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിനൊക്കെ ഇത്തിരി ഫ്ലുവൻസി കുറവാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഒരാഴ്ച സമയമേ ഉള്ളൂ അല്ലെങ്കിൽ 2-3 ദിവസമേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവിനെന്നുണ്ടെങ്കിൽ തെറ്റില്ലാതെ സിമ്പിളായിട്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും വരാതെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മൾ ഈ ഭയങ്കര കട്ടിയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവർ ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണാതെ പഠിച്ച് ഓർത്തിരുന്ന് പറയുന്നത് പോലെ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് തെറ്റില്ലാതെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഐ ലവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ മതി, ഐ എം എക്സ്ട്രീംലി പാഷനേറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കാരണം ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി ഒന്ന് സാധാരണ ഇംഗ്ലീഷിൽ നിന്ന് ഒന്ന് കയറ്റി പറയുമ്പോഴാണ് എപ്പോഴും ഇൻ്റർവ്യൂവിന് ഒരു എഫക്റ്റീവ്നെസ് കിട്ടുന്നതെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും അന്നും ഇന്നും എൻ്റെ സ്റ്റാൻഡ് അത് തന്നെയാണ്. അങ്ങനെയാണ് ഒന്നും എപ്പോഴും നല്ലത്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നുണ്ട്, ഇത്തിരി ഫ്ലുവൻസിയൊക്കെ കുറവുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത്രയും ഒന്നും പറയാതെ ഇരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടെൻഷൻ കയറിയിട്ട് ആ സമയത്ത് നമുക്ക് ടെൻഷൻ എന്തായാലും വരും. ടെൻഷൻ കയറിയിട്ട് നമ്മൾ ഒക്കെ തെറ്റിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ അത് കാണാതെ പഠിച്ച് അങ്ങനെ അഭിനയിക്കുന്ന പോലെ പെർഫോം ചെയ്ത് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പം ഞാനീ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് സ്പീക്കിംഗ് എലൗഡ്. ഓക്കെ, അതായത് നമ്മൾ കൊച്ചുനാളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറിയാമല്ലോ, എന്ന് നമ്മളോട് വീട്ടുകാർ ഉറച്ച് വായിക്കാൻ പറയും. എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നും ഉറച്ച് വായിക്കാൻ പറയും. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിചാരിക്കുന്നത് ഞാനിരുന്ന് ഉറങ്ങുകയാണെന്ന് കേട്ടോ. ഞാൻ കൊച്ചുനാളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ഇരുന്നങ്ങ് ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കാരണം ഞാനവിടെ ഉണർന്നിരിപ്പുണ്ട് എന്നറിയാനും കൂടെ വേണ്ടിയിട്ട് ഉറച്ച് വായിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യും, ഞാൻ ഉറങ്ങുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉറച്ച് വായിക്കുമായിരുന്നു. അത് ആക്ച്വലി ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. അത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് വായിക്കാൻ, പ്രത്യേകിച്ച് അതാണ് നമുക്ക് ഒരു റീഡിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് സ്പീക്കിംഗ് അലൗഡ്, ഒച്ചത്തിൽ വായിക്കുക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ആൻസേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നമ്മൾ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്ത് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി അത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് ഉറച്ച് പറയുക. നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാണെങ്കിലും നമ്മളതൊന്ന് ഉറച്ച് പറഞ്ഞു നോക്കുക. അതേപോലെ നമ്മുടെ വോയിസ് ഒന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ പിന്നീടിരുന്ന് കേട്ട് നോക്കുക എങ്ങനെയുണ്ട് അത് കേൾക്കാൻ. എവിടെയെങ്കിലും നമുക്ക് എന്തായാലും നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കും. ചില വീഡിയോസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, അവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്കും നമ്മുടെ പ്രൊനൗൺസിയേഷൻ മാറ്റാൻ പറ്റും. എല്ലാവർക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രൊനൗൺസർ കാണും അല്ലേ. ഇന്നാളുടെ ഈ ആളുടെ ഇംഗ്ലീഷ് കേൾക്കാൻ നല്ല രസമുണ്ട് എന്നാൽ നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കേൾക്കുന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പം നിങ്ങൾ നോക്കുക ആ ഒരു ടോണിലൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലെ എൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മാറ്റിയും എടുക്കാനൊക്കെ പറ്റും നമുക്ക് ഈ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ആ ഒരു ആൻസറൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കുറച്ചൊക്കെ ഒന്ന് അഭിനയിച്ച് പറയാം. ഏറ്റവും നല്ലത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയുന്നതാണ് കേട്ടോ. കാരണം വെച്ചാൽ അപ്പം നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അറിയാം നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഇരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഇൻ്റർവ്യൂ ടൈമിന് ഭയങ്കര കോൺഫിഡൻസ് തരും കേട്ടോ. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്തും കൂടെ വെച്ചേക്കാം. റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് കേട്ട് നോക്കുക എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്, എവിടെയാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് എന്നുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രാക്ടീസ് സ്പീക്കിംഗ് ലൗഡ്.
കേട്ടോ. ലൗഡ്ലി നല്ല ഉറച്ച് തന്നെ പറയുക. ഉറച്ച് പറയും തോറും നമുക്ക് ആ ഒരു ഉച്ചാരണം, നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും കൂടി ക്ലിയർ ആവും, നമ്മൾ കോൺഫിഡൻറ്റും ആവും. നമ്മുടെ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ നേരം നമ്മുടെ ശബ്ദം പതുങ്ങും. ഓക്കെ, നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഒച്ചത്തിൽ പറയും അല്ലേ. അപ്പോൾ അത് കാരണം പ്രാക്ടീസ് ലൗഡ്, അത് ഡെയിലി പറഞ്ഞു നോക്കുക കേട്ടോ. അതായത് ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഒരു 4-5 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു നോക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലേൺ പൊളൈറ്റ് ഇൻ്റർവ്യൂ ഫ്രേസസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പൊളൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂ ഫ്രേസസ് ഒക്കെ നമ്മൾ തന്നെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് സർ ഓർ മാഡം. അപ്പോൾ ഗുഡ് മോർണിംഗ് സർ എന്നതിന് പകരം നമുക്ക് ഹാപ്പി മോർണിംഗ് സർ എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി പ്ലസൻ്റ് ആവുകയാണ് അവിടെ. ഓക്കെ, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസും അതേപോലെ നമ്മൾ എത്രയും പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് സർ എന്ന് ടെൻഷനോടെ പറയുന്നതും ഹാപ്പി മോർണിംഗ് സർ എന്ന് നമ്മൾ പറയുന്നതും തങ്ങളിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്ലസൻ്റ് ആണ്, ആ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും ഒന്ന് പ്ലസൻ്റ് ആവുകയാണ്. ഓക്കെ, അതേപോലെ ഒരു ഇൻ്റർവ്യൂ എൻഡ് ചെയ്യാൻ നേരം നമ്മൾ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി, ദെൻ ഹാവ് എ നൈസ് ഡേ സർ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ള കോമൺ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഫ്രേസസ്, അതേപോലെ ഓഫ് കോഴ്സ് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു ടോക്കിനിടയിൽ ഈ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോറി സർ ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെ ഉള്ളു. ഇപ്പോൾ എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം അറിയാവുന്നവരെ കൂട്ടി ഇരിക്കുമല്ലോ, ചില സമയം നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് വരും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ ഉടനെ നമ്മൾ ഇങ്ങനെ പതറിയൊന്നും ഇരിക്കരുത്. അപ്പോഴേ നമ്മൾ ചോദിക്കണം സോറി സർ ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ ക്വസ്റ്റ്യൻ എന്ന് അപ്പോഴേ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലാതെ നമ്മൾ ദൈവമേ എന്തുവാണോ ഈ ചോദിക്കുന്നത് അങ്ങനെ ടെൻഷനൊന്നും അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ടെൻഷനേ വേണ്ട. ഉള്ളിൽ ആക്ച്വലി എന്താ പറയണ്ട പഞ്ചാരിമേളമായിരിക്കും നടക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പുറത്തതൊന്നും കാണിക്കരുത്. ഓക്കെ, വളരെ കാം ആൻഡ് കൂളായിട്ട് പ്ലസൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പറയും പോലെ എല്ലാ ഇൻ്റർവ്യൂവിനും നമ്മൾ ചില കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസസിനകത്ത് വരുന്നതാണ് ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് പകരം ഹാപ്പി മോർണിംഗ് എന്ന് പറയാം. ഓക്കെ, അതൊന്നും വലിയ ഓർത്ത് വെക്കാൻ പാടുള്ള വാക്കുകളൊന്നും അല്ലല്ലോ. അതേപോലെ ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ആവശ്യപ്പെടുമ്പോഴാണെങ്കിലും താങ്ക് യു സോ മച്ച് സർ ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ടു മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ചിരിച്ച് പ്ലസൻ്റ് ആയിട്ടൊക്കെ പറയുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവറും ഒന്ന് പ്ലസൻ്റ് ആവും, നമ്മളും ഒന്ന് കൂളാവും കേട്ടോ. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സോറി സർ ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ ക്വസ്റ്റ്യൻ, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ എന്ന് പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുക. അല്ലാതെ ഇൻ്റർവ്യൂവറിനെ അടിക്കാൻ പോകുന്ന പോലെയൊന്നും ചോദിക്കരുത് കേട്ടോ. നിങ്ങൾ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ദിലീപ് അതിൽ ഇൻ്റർവ്യൂ പോകുന്ന ഒരു സീനുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ജഗതി ശ്രീകുമാർ വന്നിട്ട് പറയും ചോദിക്കടാ നിൻ്റെ അമ്മൂമ്മയുടെ ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊന്നും ആവാതെ ഇരിക്കാൻ നോക്കുക കേട്ടോ. വളരെ പൊളൈറ്റായിട്ട് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ കൂടി നമ്മൾ പൊളൈറ്റായിട്ടൊന്ന് ചോദിക്കുക. അപ്പോൾ ആ ഒരു ടഫ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അവരൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമ്മളോടത് പറയും. ഓക്കെ, പിന്നെ എപ്പോഴാണെങ്കിലും ആ ഒരു ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങാൻ നേരം നമ്മൾ താങ്ക് യു സോ മച്ച് സർ ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ദിസ് ഇസ് റിയലി ആൻ ഐ ഓപ്പണിംഗ് ഇൻ്റർവ്യൂ ഫോർ മീ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ഒരു താങ്ക് യു പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ ഇൻ്റർവ്യൂ ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏത് ഇൻ്റർവ്യൂവിന് പോയിരുന്നിരുന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസുകളാണ് ഇതെല്ലാം കേട്ടോ. ആ ഒരു ഗുഡ് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ ഇടയ്ക്ക് ഐ വിൽ ട്രൈ എന്നൊക്കെ പറയുക, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ആ ഒരു പൊളൈറ്റ് വേയിലുള്ള ആസ്കിങ്ങും അതൊക്കെ തന്നെ നമുക്ക് ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻഡ് ചെയ്യാൻ നേരം ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരു താങ്ക് യു പറയണം. അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ നല്ലതായിരുന്നു എന്നുള്ളതും പറയണം. പിന്നെ ചില ഇൻ്റർവ്യൂവേഴ്സ് ഓൾറെഡി ചോദിക്കും വാട്ട് ഡിഡ് യു ടേക്ക് അവേ ഫ്രം ദിസ് ഇൻ്റർവ്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടേക്ക് അവേയോ എന്താണെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. ടേക്ക് അവേ എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അത് അറിയായിരിക്കും. ഞാനൊന്ന് കോമഡി ആക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ കോമഡിയൊക്കെ പറയുകയാണ് കേട്ടോ. ടേക്ക് അവേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. അതാണ് ടേക്ക് അവേ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടേക്ക് അവേ എന്ന് ചോദിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ,
ഇനി അടുത്ത ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ചെക്ക് യുവർ പ്രൊനൗൺസിയേഷൻ. ഇത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനോടാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു കുറച്ച് ആൻസേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യന് പറ്റുന്ന ആൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കഴിവതും പ്രൊനൗൺസിയേഷൻ എറേഴ്സ് ഒന്നും വരാതെ നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈ ലെഷർ ടൈം. ഓക്കെ, ആക്ച്വലി നമ്മൾ എപ്പോഴും പറയാറുണ്ട് മൈ ലെഷർ ടൈം എന്നുള്ളത്. ഇറ്റ്സ് ആക്ച്വലി ലെഷർ. ഓക്കെ, പ്ലെഷർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് പോകുന്നത്. അതേപോലെ താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന്. അതേപോലെ ഗുഡ് മോർണിംഗ് മാഡം, ഇറ്റ്സ് മാഡം എന്നുള്ളതാണ്. മേഡം എന്നൊന്നും പറയരുത്. മേഡം ഇടവം ഒന്നും ആയി പോകരുത്. അതൊക്കെ നമ്മൾ എത്രയായാലും നമ്മൾ മലയാളീസാണ്. അപ്പം നമുക്കൊരു കൊളോക്കിയൽ ഇൻഫ്ലുവൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പ്രൊനൗൺസിയേഷനൊക്കെ പ്രത്യേകിച്ച് അവർ ചെക്ക് ചെയ്യും. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനാണ് കേട്ടോ. കാരണം നമ്മളാണല്ലോ ഈ ഫൊണറ്റിക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പ്രൊനൗൺസിയേഷൻ പ്രത്യേകം പഠിച്ചിട്ട് ചെല്ലുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു മാത്സ് ടീച്ചറോ കെമിസ്ട്രി സോഷ്യൽ സയൻസ് ടീച്ചറിനൊക്കെ ഒരു പ്രൊനൗൺസിയേഷൻ എറേഴ്സ് ഒക്കെ വന്നിരുന്നാലും അവരത് അങ്ങ് വിട്ടുകളയും. വലിയ പ്രശ്നം വരുന്നില്ല. അവർ ഇതിനൊക്കെ ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ ഒന്നും പഠിച്ചിട്ട് വരുന്നില്ലല്ലോ. ഇപ്പം മാത്സിൻ്റെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നാൽ എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പം ഇംഗ്ലീഷിൻ്റെയൊക്കെ പറഞ്ഞിരുന്നാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കും. എല്ലാം അറിയാവുന്നല്ല, അറിയാവുന്നതൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കും. പക്ഷെ മാത്സ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഒരു രക്ഷയില്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ആകെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ പേരുകളൊക്കെ തന്നെ ഓർമ്മയുള്ളൂ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ മാത്സ് തൊട്ടിട്ടേ ഇല്ല കേട്ടോ. അത്ര മിടുക്കിയായിരുന്നു മാത്സിന്. അതുകൊണ്ടാണ് പിന്നെ തൊടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നമ്മുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാതെ പറയാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അത് നമ്മളില്ല വോയിസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുമെന്ന്. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പറയുന്ന സമയത്ത് നമ്മുടെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അയ്യോ ഇവിടെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നേനെ, അയ്യോ ഇവിടെ ഇങ്ങനെ ആക്കി പറഞ്ഞിരുന്നാൽ ഒന്ന് നന്നായിരിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. എനിക്ക് ഉറപ്പാണ് കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അപ്പോൾ അയ്യോ ഇവിടെ മാറ്റിയാൽ നന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റി പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ പ്രൊനൗൺസിയേഷൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആ പ്രൊനൗൺസിയേഷൻ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമുക്ക്, പ്രത്യേകിച്ച് അത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് മനസ്സിലാവും, അയ്യോ ഈ വേർഡ് ഇങ്ങനെ അല്ലല്ലോ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഇതേപോലെ ആയിരുന്നല്ലോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, മാനേജ് നെർവസ്നെസ്. അതായത് നമ്മൾ എത്ര പറഞ്ഞിരുന്നാലും നമുക്കൊരു ഇൻ്റർവ്യൂവിന് രാവിലെ പോകാൻ നേരം നമുക്കൊരു ടെൻഷൻ കാണും. ഓക്കെ, അപ്പം നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ അങ്ങോട്ട് പോയി ഇരിക്കാൻ നേരം നമുക്കിങ്ങനെ എന്തോ ഒരു അകത്തൊരു തണുപ്പ് കയറുന്ന പോലെയാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല അല്ലേ. നമുക്ക് വയറ്റിനൊക്കെ ചില സമയത്ത് എന്തോ ഒരു ഏനക്കേട് പോലെയൊക്കെ തോന്നും ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു പേടി പോലെ തോന്നും. കൈയൊക്കെ ഇങ്ങനെ ഈ ഫിംഗർ ടിപ്സൊക്കെ ഇങ്ങനെ ഭയങ്കര തണുത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്നിരുന്നാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ. അവസാനം ഒരുപാട് അങ്ങ് ടെൻഷൻ ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും വരുന്നിടത്ത് വെച്ച് കാണാം എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചങ്ങ് കയറുക. നമ്മളല്ലാതെ ഈ ഇൻ്റർവ്യൂവിന് ഞാൻ തോറ്റു പോവുമോ, ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എന്താവും, അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട. ഓക്കെ, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ പെർഫോം ചെയ്യുക. ഓക്കെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുക എന്ന് ചിന്തിക്കുക. അല്ലാതെ ഈ ഇൻ്റർവ്യൂവിന് ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല, അപ്പം പ്രിൻസിപ്പൽ എന്ത് വിചാരിച്ച് കാണും, HOD എന്ത് വിചാരിച്ച് കാണും, ഇൻ്റർവ്യൂ ചെയ്ത ആൾ എന്ത് വിചാരിച്ച് കാണും. അവർക്കൊക്കെ 100 കൂട്ടം കാര്യങ്ങളുണ്ട് വിചാരിക്കാനായിട്ട്. അവർ ഇൻ്റർവ്യൂ എടുക്കുന്നു, അവർ പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറെ പല കാര്യങ്ങളിലും ബിസി ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അവർ ചിന്തിക്കുമോ ഇവർ ചിന്തിക്കുമോ എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ട. ഒരു KKPP പോലെ അങ്ങ് പോവുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതിയിൽ അങ്ങ് നമ്മൾ പോയി പെർഫോം ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. നമ്മൾ അതിലും ഒരുപാട് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കാണ് ഈ ടെൻഷൻ കയറുന്നത് കേട്ടോ. അപ്പോൾ സ്വന്തം അനുഭവം ഗുരു. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു നെർവസ്നെസ് ഒക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്.
ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അതേപോലെ എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് വലിയ താങ്ക് യു. പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നതിനും അതേപോലെ കോമൻസ് ഇടുന്നതിനും ഒക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഓവർ ടെൻസ്ഡ് ആണ്. അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ടെൻഷൻസ് ഉള്ളവരാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഒന്നിനെക്കുറിച്ചും ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ലൈഫിനെ അതിൻ്റെ ഒരു വഴിക്ക് ഫ്രീ ആക്കി അങ്ങ് വിട്ടുകൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.